കൊല്ലം ചാവറയിൽ വനിതാ ഡോക്ടർക്ക് മർദ്ദനം. ഇന്നലെ രാത്രിയാണ് ഡോക്ടർ ജാൻസി ജെയിംസിന് മുഖത്തടിയേറ്റത്. സാമൂഹ്യാരോഗ്യ കേന്ദ്രത്തിൽ രോഗിക്കൊപ്പം എത്തിയ സ്ത്രീയാണ് മർദ്ദിച്ചത്. രാത്രി തന്നെ പോലീസ് എത്തിയെങ്കിലും കേസെടുത്തില്ല. എൻ്റെ കൂടെ ഞാൻ മാത്രമേ അതിനായിട്ട് ഒരു ഡോക്ടർ മാത്രമേ ഉള്ളൂ. ഇത്രയും പേഷ്യൻ്റ് ഉണ്ടെങ്കിൽ ഒരാൾ മാത്രമേ ഉള്ളൂ. നമുക്ക് പറയുന്ന ഉറക്കമുളച്ച് നമ്മൾ നോക്കുന്നതിന് ഒരു പരിധിയുണ്ട്. എന്നാൽ നമ്മുടെ മാക്സിമം നമ്മൾ ചെയ്യുന്നുണ്ട്. ആ 2 പേഷ്യൻസിനും നമുക്ക് ചെയ്യാവുന്ന ഇതിൽ കൂടുതൽ അതിനകത്തൊന്നും ചെയ്യാനില്ല. നമ്മൾ ചെയ്യുകയും ചെയ്തു. ചെയ്യാത്തൊരു സാഹചര്യമാണെങ്കിൽ നമുക്ക് അങ്ങനെ പറയാം. ഇത് ചെയ്യുകയും ചെയ്തു. പേഷ്യൻ്റ് ഒരു കംപ്ലയിൻറ്റും ഇല്ലായിരുന്നു. 1 മണിക്കൂറിന് ശേഷം അവരോട് ബാക്കിയുള്ളൊരു വെയിറ്റിംഗ് ഏരിയയിൽ ഇരിക്കൂ എന്ന് പറഞ്ഞ ഒറ്റ കാര്യത്തിൻ്റെ പേരിലാണ് അവർ ഇത്രയും ഇഷ്യൂസ് ഉണ്ടാക്കിയത്. ആദ്യം മുതലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കിയത്. ഏകദേശം ഒരു 11:30 അടുപ്പിച്ചായിട്ടുണ്ടാവും. 11 മണിയൊക്കെ ആയപ്പോഴത്തേക്ക് ഏകദേശം ട്രീറ്റ്മെന്റ് ഉണ്ടായിരുന്നു. പെൺകുട്ടിയുടെ ട്രീറ്റ്മെന്റ് ഓൾറെഡി കഴിഞ്ഞു. ഇഞ്ചക്ഷനെ ഉള്ളായിരുന്നു, അത് കഴിഞ്ഞിരുന്നു. പോലീസിനെ സംബന്ധിച്ചിടത്തോളം അവരോടും പോലീസ് ഇതിനെ പറ്റി സംസാരിച്ചിരുന്നു. ഇങ്ങനെ നല്ല രീതിയിൽ സംസാരിച്ചു നോക്കി. അപ്പോഴും അവർ പോലീസിന്റെ മുമ്പിൽ വെച്ച് പോലും വളരെ മോശമായിട്ടാണ് എന്നോട് ബിഹേവ് ചെയ്തത്. വിവരങ്ങളുമായി പ്രജിത് മോഹൻ ചേരുന്നുണ്ട്. പ്രജിത്ത്, എന്താണ് സംഭവം? എന്താ ഇത് പ്രകോപനമുണ്ടാവാനുള്ള കാരണം എന്തായിരുന്നു? കഴിഞ്ഞ ദിവസം രാത്രി 11:30യോടെയാണ് ഈ സംഭവം ഉണ്ടാകുന്നത്. ഈ ഡോക്ടർ അവിടെ ആശുപത്രിയിൽ രാത്രി ഡ്യൂട്ടിക്കുണ്ടായിരുന്ന ഡോക്ടറാണ്. ഇത്തരത്തിൽ രോഗിയോടൊപ്പം എത്തിയൊരു സ്ത്രീയാണ് ഇത്തരത്തിൽ ഡോക്ടറെ മർദ്ദിക്കുന്ന രീതിയിൽ ഉണ്ടായത്. കാരണം ഈ രോഗി മുമ്പ് ഉപയോഗിച്ചൊരു ഗുളിക അത് ഡോക്ടർ പരിശോധിച്ചില്ലെന്ന് ആരോപിച്ചായിരുന്നു പ്രശ്നങ്ങൾ തുടങ്ങിയത്. പക്ഷേ ഡോക്ടർ പറയുന്നത് ഇവരോട് രോഗിക്കൊപ്പം ഉണ്ടായിരുന്നവരോട് പുറത്തിരിക്കാൻ ആവശ്യപ്പെട്ടതുമായി ബന്ധപ്പെട്ടാണ് തർക്കങ്ങൾ തുടങ്ങിയെന്നുള്ളതാണ്. ഈ തർക്കം പിന്നീട് വാക്കേറ്റമായി മാറി എന്നുള്ളതാണ് പോലീസിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുന്നത്. ഇതിനിടയിലാണ് ഈ സ്ത്രീ ഡോക്ടറെ മർദ്ദിച്ചത്. എന്തായാലും പോലീസ് ഇപ്പോൾ പറയുന്നത് കേസ് എടുക്കാത്തതല്ല, ഡോക്ടറുടെ മൊഴി രേഖപ്പെടുത്തിയ ശേഷം കേസ് എടുക്കുമെന്നുള്ളതാണ്. ഡോക്ടർ മൊഴി രേഖപ്പെടുത്തുന്നതുമായി ബന്ധപ്പെട്ട് അടുത്ത ദിവസം പോലീസ് സ്റ്റേഷനിൽ എത്താമെന്നും അറിയിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് പോലീസ് പറയുന്നത്. എന്തായാലും ഈ ഡോക്ടർമാരുടെയും മറ്റ് ആരോഗ്യ പ്രവർത്തകരുടെയും സുരക്ഷയുമായി ബന്ധപ്പെട്ട കേരളത്തിൽ വലിയ ചർച്ചകൾ തുടരുന്നതിനിടയിലാണ് ഇങ്ങനെയുള്ള സംഭവങ്ങൾ ആവർത്തിക്കുന്നത് എന്നുള്ളതാണ്. 3 ദിവസം മാത്രം കഴിഞ്ഞിട്ടുള്ളൂ. കാരണം ഈ കൊല്ലത്തെ വന്ദനാദാസിന്റെ മരണത്തിന്റെ 1ാം വാർഷികവുമായി കഴിഞ്ഞിട്ട് അതിന് തൊട്ടടുത്ത ദിവസങ്ങളിൽ തന്നെയാണ് കൊല്ലത്ത് തന്നെ ഇത്തരമൊരു സംഭവം ഉണ്ടാകുന്നത് എന്നുള്ളതും ദൗർഭാഗ്യകരമാണ്. പ്രജിത് മോഹനാണ് വിവരങ്ങൾ നൽകിയത്.